മനുഷ്യനായ കുറച്ച് ബോധം വേണം, അല്ലെ ബുദ്ധി വേണം. ചേട്ടാ അമ്പലത്തിൽ പോയിട്ട് വന്നെ പോസിറ്റീവ് എനർജി കളയല്ലേ ചേട്ടാ. ഞാൻ വല്ലതും പിടിച്ച് പറയാം കേട്ടാ. ബോധമുള്ള ഏതെങ്കിലും എടുത്ത് അവിടെ അവളുടെ അടുത്ത് അങ്ങനെ ചോദിക്കോടാ. അവളെ ആങ്ങളാം നിന്നെ പോലെ എടുത്തനായതുകൊണ്ട് അവൻ നിന്നെ അടിച്ചില്ല, അവനെ പിടിച്ച് കേട്ടി തന്നെ. അത് പിന്നെ മനസ്സെപ്പോഴും തുറന്ന പുസ്തകമായിരിക്കണം ചേട്ടൻ തന്നെയല്ലേ എപ്പോഴും പറയാറ്. മനസ്സ് തുറന്ന പുസ്തകമൊക്കെ ആയിരിക്കണം. ചില പേജുകൾ ചുരുട്ടി വെക്കേണ്ടി വരും, ചില പേജുകൾ മടക്കി വെക്കേണ്ടി വരും. അല്ല ഈ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ, നമുക്കത് പരിഹരിച്ച് പോയാലോ. എടാ ചെറുക്ക, പെണ്ണ് കാണാൻ ചെല്ലുമ്പോ ഏതെങ്കിലും ചെറുക്കന്മാര് ചോദിക്കണ ചോദ്യമാണോ നീ ചോദിച്ചത്? അതിനൊരു ഫ്ലോപ്പിലങ്ങ് വന്നു പോയതാ. പെണ്ണ് കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? പെണ്ണ് എനിക്ക് ഇഷ്ടപ്പെട്ട്, അവനും ഇഷ്ടപ്പെട്ടു. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? എടേ ഇവ ആ പെണ്ണിന്റെ അടുത്ത് ചോദിച്ചേക്കണ് വല്ല ലൈനും ഉണ്ടാ? അതിന് കുഴപ്പമില്ല, കാരണം ചോദിക്കാം ഇപ്പോഴത്തെ കാലമല്ലേ. അത്യാവശ്യം ലൈൻ വലിക്കണോണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയേ അതും ചോദിക്കാം. LP സ്കൂൾ മുതൽ ഇതുവരെ അവൻ വിളിച്ച പെമ്പിള്ളാരുടെ ലിസ്റ്റും കഥകളൊക്കെ പറഞ്ഞു കൊടുത്തേക്കണം അവളുടെ അടുത്ത്. കൊള്ളാമോ അത്? അതിനങ്ങനെ പറയാൻ പോയെ? മതിപ്പിട്ടാൻ വേണ്ടി പറഞ്ഞതാ. മതിപ്പിട്ടാണ്? ആ മതിപ്പ് കിട്ടിയ? കിട്ടി. ഈടാ മണ്ടൻ ചെറുക്കാൻ തന്നെ എന്ത് കേട്ടോ, ആദ്യം കാണുന്ന പെണ്ണിന്റെ അടുത്ത് നിന്ന് പ്രാപിച്ച കഥയും പറഞ്ഞ് ഇതുവരെ പ്രാപിച്ചവരെ കാര്യം പറഞ്ഞത് മണ്ടൻ ചെറുക്ക തന്നെ. ഇനിയിപ്പോ എന്ത് ചേട്ടാ? ഇനിയിപ്പോ നീ ആ പെണ്ണങ്ങ് മറന്നേരെ. അയ്യോ നല്ല സൂപ്പർ കൊച്ചായിരുന്നു, കാണാൻ അടിപൊളിയായിരുന്നു. ഡേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിള്ളേർക്ക് വാങ്ങിച്ചു വെച്ചേക്കുന്ന സാധനം ഒന്നും എടുത്ത് കുടിക്കല്ലേ. ആന്തളിയാ പിള്ളേർക്ക് വാങ്ങിച്ചു എനിക്ക് കുടിച്ചൂടെ? പിള്ളേർക്ക് വാങ്ങിച്ചത് നിനക്ക് കുടിക്കാം, അത് സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചു കുടിക്കണം. ഞാൻ എന്താന്ന് പറ ചേട്ടാ. നീ പടാ കേട്ടോ കണ്ട. ഞാൻ എന്താ ഇവിടെ? നീ മുണ്ടും ഷർട്ടൊക്കെ ഊരി പോയി കുറച്ച് റെസ്റ്റ് എടു. എന്തായാലും നിന്നെ പെണ്ണ് കാണിച്ച് പെണ്ണ് കെട്ടിച്ചിട്ട് അടങ്ങണമെന്ന് പറഞ്ഞാൽ ബ്രോക്കർ വിളിച്ചിരുന്നു. വൈകുന്നേരം അടുത്ത പ്രോഗ്രാം ഉണ്ട്, പോ ചെല്ലേ. അടുത്ത പ്രോഗ്രാം ഉണ്ടോ? ശരിക്കും ഞാൻ കാര്യമായിട്ട് പറഞ്ഞു കേട്ടോ. ഓടാ ഞാൻ റെഡി കിടക്കട്ടെ. എനിക്ക് വയ്യ. മാവിന് ഉപ്പുണ്ടോ നോക്കിയടി. എനിക്ക് വേണ്ട മാവ് കിട്ടും. എന്തൊരു വേണ്ടത്. ഇനിയെങ്കിലും നീ കുറച്ച് കുക്കിംഗ് ഒക്കെ തുടങ്ങണം കേട്ടോ പെങ്കി. എന്തിന്? അല്ലെ വന്നു കയറുന്ന പെണ്ണേ നന്നായിട്ട് കുക്ക് ചെയ്യുമെങ്കിൽ എനിക്ക് അതിന്റെ നാണക്കേട്. അമ്മ നാണം കിടണ്ട ഒരു കാര്യമില്ല, എനിക്ക് അത്യാവശ്യം ഒക്കെ നല്ല കുക്കിംഗ് അറിയാം. ആണോ? എനിക്ക് എന്റെ പൊന്നുമോളൊന്ന് പറഞ്ഞേ, നമ്മൾ ഈ ഇടിയപ്പം ഉണ്ടാക്കത്തില്ലേ, അത് ഇഡ്ലി മാവ് കൊണ്ടാണോ ഉണ്ടാക്കുന്നത് അതോ ദോശ മാവ് കൊണ്ടാണോ ഉണ്ടാക്കുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ അമ്മ. ഇടിയപ്പം, ഇഡലി മാവ്, പ്രാസം നോക്കിയാ പോരെ. നിനക്ക് ഇതൊക്കെ അറിയായിരുന്നല്ലേ? പൊന്നു പിങ്കി, കുറച്ചൊക്കെ കുക്കിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങടി, എന്നാലും ഇതൊക്കെ അറിയത്തുള്ളൂ. പിന്നെ മറ്റേ അമ്പലത്തിൽ പെണ്ണാൻ പോയത് ഗോവിന്ദേ. അയ്യോ അതെന്ത് പറ്റിയടാ? അത് പറ്റുന്ന അത് ഇത്രയൊക്കെ ചെന്നിട്ട് പറഞ്ഞ് അവൻ ഭയങ്കര പ്ലേ ബോയ് ആണെന്ന്. അവൻ കഴിഞ്ഞ ആഴ്ച വരെ ഫുൾ ലൈൻ അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏത് പെണ്ണ് നോക്കിയാലും അവന് സെറ്റ് ആവുമെന്നും പറഞ്ഞു കൊടുത്തു. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. ഇനി നമ്മൾ എന്ത് ചെയ്യൂടി? ഇനി എന്ത് ചെയ്യാനാ? വൈകുന്നേരം അടുത്ത പെണ്ണിനെ കാണുന്നുണ്ടല്ലോ, അപ്പൊ മിണ്ടരുത് എന്ന് പറഞ്ഞ് കൊണ്ടുപോകാം. അത് പറ്റും. കാര്യം 100 പെണ്ണുങ്ങൾക്ക് 92 ചെറുക്കന്മാരെന്നാണ് എന്റെ റേഷ്യോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചാൻസ് ഉണ്ട്. ഇനി എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോ തന്നെ ആ കൊച്ചിനെ അങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു. വലിയ പറഞ്ഞു, വലിയ നല്ല ഇഷ്ടപ്പെട്ടു. സുമേഷ് ചെറുക്കനും ഇഷ്ടപ്പെട്ടു, പെണ്ണിന് മാത്രം ഇഷ്ടപ്പെട്ടില്ലേ? അതെന്ന് പറഞ്ഞാലേ ഇവൻ കണ്ടോണ്ട മനസ്സോർത്തും കഴിഞ്ഞ് മെനഞ്ഞാത്ത കഥ വരെ ഓട്ടിച്ചുവിട്ടോണ്ടാണ്. വിവരമില്ലാത്തൊരു ചെറുക്കനെന്ന് പറഞ്ഞ അവൻ വിവരമില്ലാത്ത ചെറുക്കനൊന്നും അല്ല. നിങ്ങൾ പറഞ്ഞു അവനെങ്ങനെ വിവരമില്ലാത്തവനാക്കി? അതെ ഞങ്ങൾ പറഞ്ഞ ഉടനെ അവനങ്ങ് വിവരം പോകാനിരിക്കുന്നു. എടി നിനക്ക് ഓർമ്മയില്ലേ, അവൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന 5 പിള്ളേരിൽ ഒരുത്തും സുമയായിരുന്നു. ആ ക്ലാസ്സിൽ 5 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പച്ചി ഈ 5 പേരില് 5ാമനാവണ വലിയ കാര്യമൊന്നുമല്ല. അങ്ങനെ 40-40 പിള്ളേരുള്ള ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചിൽ കോർണറിൽ ഇരിക്കുന്ന ഒരു ഹീറോ സാവറുണ്ട്. അതാരാ? നിങ്ങളെപ്പോഴാ ഹീറോ ആയ? ഞാൻ എപ്പോഴും ഹീറോ എന്നാ? ബാക്ക് ബെഞ്ചിൽ കോർണറിൽ ഇരുന്ന എന്ത്? ഞാൻ പോലീസ് തന്നെ ആയില്ലേ? എന്റെ ക്ലാസ്സിലെ പഠിപ്പിച്ചോണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം. ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോഴേ കഷത്തൊരു റെസ്യൂം വെച്ചോണ്ട് നടക്കണം, ജോലി തണ്ടിക്കൊണ്ട് നടക്കണം. ആണോ? ലിഫ്റ്റ് വല്ല വേണോടാ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. എന്റെ ഷർട്ട് സൂപ്പറാന്ന് എനിക്കറിയാം. ചായ എടുക്കട്ടെ? ഇത് ഈ ചായ ഉദ്ദേശിച്ചത് പാലൊഴിച്ച് ചായയാണോ അതോ കട്ടൻ ചായയാണോ? നല്ല കടുപ്പത്തിൽ പാലൊഴിച്ച് തരാം. വേണ്ട, നമ്മൾ ബാക്ക് ബെഞ്ചേഴ്സ് കട്ടൻ ചായ കുടിക്കാറുള്ളൂ. കട്ടൻ ചായ എടുത്തോളൂ. എന്നാ കട്ടൻ ചായ തരാം. അമ്മ കുറച്ചിങ്ങോട്ട് മാറി നിൽക്കോ, എന്റെ ബാക്ക് ബെഞ്ചറിന് ചായ കൊടുക്കട്ടെ. എടി ഏതായാലും നീ ചായ വെക്കുമല്ലേ, എനിക്കും കൂടെ ഇട്ടേക്കെ. അപ്പച്ചി ബാക്ക് ബെഞ്ചർ ആയിരുന്നോ? ആണോന്നോ? അപ്പച്ചി ബാക്ക് ബെഞ്ചർ ആണല്ലേ? അപ്പൊ കോളാളിയാ കൈ. അല്ല അത് പക്ഷെ കിളിയേ, കിളി സെക്കൻഡ് ബെഞ്ചായിരുന്നല്ലേടി? അതൊരു പുച്ഛം. അതിന് അവൻ പുച്ഛിച്ചില്ലല്ലോടി. അമ്മയും ചിരിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ വല്ലാണ്ട് അങ്ങ് പുച്ഛമാണല്ലോ. ആരും സെക്കൻഡ് ബെഞ്ചുകാർക്ക് ഒരു കുഴപ്പമില്ല.
ഇല്ല. ആ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുമായിരുന്നു, അലമ്പുകയും ചെയ്യുമായിരുന്നു. ആ. ഓ സെക്കൻഡ് ബെഞ്ച് കയറി താഴെ വേണേ തന്നെ ഇട്ട് കുടിച്ചാൽ മതി. സെക്കൻഡ് ബെഞ്ച് കയറി ഇടുന്നതൊന്നും കുടിക്കണ്ട ഇവിടെ ആരും. കണ്ടോടാ അവളൊരു കാരണം ഉണ്ടാക്കി പോയത് കണ്ടോ? പെണ്ണെന്താ അറിയല്ലേ? അയ്യോ എടാ ഏതായാലും അവളെ വെച്ചതല്ലേ, നീ അങ്ങ് കത്തിച്ച് ചായ ഉണ്ടാക്കി. ഞാൻ അയ്യോ, അത് പറയാൻ പോയിരുന്നു. അപ്പൊ എനിക്ക് ഈ സമയം ചായ വേണ്ട. നിനക്ക് എപ്പോഴെങ്കിലും വേണ്ട ചായ? നീ എപ്പോഴെങ്കിലും മതി. അപ്പൊ നീ ഇപ്പൊ ഉണ്ടാക്കും. വേണ്ട. പിന്നെ ഞാൻ ഉണ്ടാക്കണോ? അപ്പച്ചി കുടിക്കണോ? എനിക്ക് കുടിക്കണ്ട, നീ പൊക്കോ. കുടിക്കണമെങ്കിൽ മാത്രം അപ്പച്ചി ഉണ്ടാക്കിയാൽ മതി. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണോണ്ട് അത് എനിക്ക് തന്നാലും കുഴപ്പമില്ല. അവക്ക് പറ്റിയ കെട്ടിയാണോ നീ? പാൽപായസം ചോക്ലേറ്റ് ചോക്ലേറ്റാ ആവുന്നോ കോഴിമുട്ട ആണാ? അപ്പൊ നീ ഇവിടെ വെച്ച് അയ്യേ പാവയ്ക്ക. അല്ല അപ്പൂപ്പ അപ്പൂപ്പ സ്കൂളിലേ ഫ്രണ്ട് ബെഞ്ചിലായിരുന്നോ ബാക്ക് ബെഞ്ചിലായിരുന്നു ഇരുന്നേ? അപ്പം ബാക്ക് ബെഞ്ചിലായിരുന്നു. മോളെ ഏത് ബെഞ്ചിലായിരുന്നു? നമ്മളെ മാറി മാറി നിർത്തും. മാറി മാറി ഇരുത്തും. ഇപ്പൊ എല്ലാ ബെഞ്ചിലും ഇറങ്ങാം അല്ലേ? അതാണ് സത്യം. ഈ വീട്ടിലെല്ലാരും ബാക്ക് ബെഞ്ചിലാണ്. ആണോ? ഛേ, ഇപ്പൊ കാണാൻ പോകുന്ന പെങ്കുച്ചിന്റെ വീട്ടുകാരെ അടുത്ത് വെച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാ? എന്താ കാര്യം പറയാ? അച്ഛന്റെ മോന്റെ സ്വഭാവ കാര്യങ്ങളൊക്കെ. അതാണോ? എടാ മോനെ രാവിലെ വീട്ടിൽ റിട്ടയർഡ് ആയ മാസ്റ്റർ ക്യാപ്റ്റൻ കുഞ്ഞിനുടെ മോനെന്ന് പറഞ്ഞാൽ പൂർണ്ണമാണ്. അതിനകത്തെല്ലാം ഉണ്ട്. അച്ഛൻ വിചാരിക്കുന്നു അല്ലേ എന്നല്ല അച്ഛാ. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നവരാണ്. എന്തോന്ന് അഡ്വാൻസ്? എടാ അതിനേക്കാളും ഡബിൾ അഡ്വാൻസ് ആണ് നമ്മുടെ ഈ ബ്രോക്കർ തുളസി. അങ്ങേരെ സുമേഷിനെ പറ്റി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. എത്ര കളിക്കാലും കലങ്ങാത്തവനാണ് സുമേഷ്. നീ അതിനെ കുറിച്ചൊന്നും ആലോചിച്ച് വ്യാകുലപ്പെടണ്ട. വ്യാകുലപ്പെടണ്ടെന്ന് വെച്ചാൽ വിഷമിക്കണ്ടെന്ന് പറഞ്ഞത്. അതങ്ങ് നമുക്ക് അറിയാവുന്ന ഭാഷ പറഞ്ഞാ പോരെ അപ്പൂപ്പ? ഓ ഇനി മുതൽ അങ്ങനെ പറഞ്ഞോളാം കേട്ടോ. അവൻ വല്ലതും പറഞ്ഞായിരുന്നു അച്ഛൻ്റെ അടുത്ത്. അപ്പൊ എന്റെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തോന്നാണ്? അമ്പലത്തിൽ കാണാൻ വന്ന പെണ്ണിന്റെ ആങ്ങളയോട് നീ എന്തൊക്കെ സംസാരിച്ചെന്നാ, കല്യാണം കലങ്ങി പോയെന്നാ എന്നൊക്കെ അവൻ എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഒന്നും സംസാരിച്ചൊന്നുമില്ല. അവൻ തന്നെ കലക്കിയതല്ല. എടാ അവൻ പോയാൽ കലങ്ങുന്നുള്ളതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ കൂടെ പറഞ്ഞു വിട്ടത്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് എനിക്കും എല്ലാം പറയാൻ പറ്റുമോ? അത് പറയണമായിരുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെ വല്ല സംഭവിക്കുമായിരുന്നോ? എന്നാ പിന്നെ അച്ഛൻ പോകത്തെന്ത്? ശരി, ഞാൻ പോയാൽ പിന്നെ ഇവിടുത്തെ ചിരിയും പാവലോ കാര്യം നടും. അച്ഛൻ ചുമ്മാ ഇരിക്കണം. അച്ഛൻ 30 രൂപയുടെ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോഴാണ് 300 രൂപയുടെ വളവിട്ട് വെയിലും കൊണ്ട് നടക്കണം. 30 രൂപയുടെ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ 30,000 രൂപ കൊടുത്താലും കിട്ടാത്ത സാധനം ഇതൊക്കെ നട്ട് നനച്ച് നടക്കുമ്പോ എനിക്ക് കിട്ടും. മനസമാധാനം അല്ല. ഡേയ് നീ എന്താ പറയാൻ വന്നത്? ഇപ്പൊ കാണാൻ പോകുന്ന വീട്ടുകാരുടെ അടുത്ത് പെണ്ണിന്റെ സ്വഭാവമൊക്കെ അച്ഛൻ ചോദിച്ചു വെച്ചേക്കണം. ഞാൻ ചോദിക്കണോ? ചോദിച്ചു വെച്ചേക്കണം. അല്ലെങ്കിൽ ഈ കല്യാണം മുടങ്ങും. അത്രേ ഉള്ളൂ. മകളെ അപ്പൂപ്പന്റെ ഫോൺ ചെയ്തിട്ടുണ്ടോ? ചെല്ല് ആ ഫോൺ എടുക്കണ കൊള്ളാം. അതിന് ഗെയിം ഒന്നും കളിച്ചേക്കരുത് കേട്ടാ. ഞാൻ ഗെയിം കളി എപ്പോഴും നിർത്തി. ആണോ? എന്നാ കൊള്ളാം. പോയിട്ട് നീ പോണോടാ? ഇവിടെ നിക്കണോതാ പോട്ടെ. നീ ഇവിടെ നിൽക്കേ. ജാമി ചേച്ചി എടുത്തു പോട്ടെ. എന്താണ്? ചോക്ലേറ്റ്, പുളിമുട്ടായി. ഇപ്പൊ ഞാനല്ലേ തന്നെ? ആണോ? അപ്പൊ ഞാൻ തരണോ? സെന്റർ ഫ്രഷ് ആണോ? അത് കൊള്ളാം. പൈങ്കിളി പെണ്ണേ ഓ സെക്കൻഡ് ബെഞ്ച് റെഡി ആവുന്നില്ലേ? ഇവിടെ കുറെ നേരമായിട്ട് ശിവേട്ടനെ കളിയാക്കാൻ തുടങ്ങിയിട്ട്. എടുത്ത് സെക്കൻഡ് ബെഞ്ച് അല്ലായിരുന്നാ? സെക്കൻഡ് ബെഞ്ച് എന്ന് വിളിച്ചാൽ ഓ നിങ്ങൾ ലാസ്റ്റ് ബെഞ്ചുകാരൊക്കെ വലിയ സംഭവങ്ങൾ, നമ്മൾ സെക്കൻഡ് ബെഞ്ചുകാർ പാവങ്ങൾ. ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ നടന്നു പോക്കോട്ടെ. ഓ പക്ഷെ നിന്റെ ആ ഒരു സ്വഭാവം വെച്ചിട്ട് നിന്നെ ആ കഴിവുണ്ടായിരുന്നു ബാക്ക് ബെഞ്ച് ഇരിക്കാനുള്ള. നമുക്ക് ബാക്ക് ബെഞ്ച് വേണ്ട, സെക്കൻഡ് ബെഞ്ച് മതി. പക്ഷേ ഞാൻ സെക്കൻഡ് ബെഞ്ച് ആണെങ്കിൽ എന്താ, ഞാൻ നല്ല അന്തസ്സായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റായി ഞാൻ അന്തസ്സായിട്ട് സമ്പാദിക്കുന്നുണ്ട്. എന്ത് എടാ ഈ വേനലിൽ 2 മഴ പോലെ കൊല്ലത്ത് 2 പ്രാവശ്യം നീ ഇത്തിരി പുട്ടിയടിക്കാൻ പോണ മേക്കപ്പ് പുട്ടിയടിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് കേട്ടോ. മേക്കപ്പ് ഇസ് ആൻ ആർട്ട്. നീ എന്റെ ജോലി കണ്ടിട്ടുണ്ടാ? മാസം അവസാനമായിട്ട് അങ്ങ് തന്നെ അക്കൗണ്ടിൽ പൈസ വരും. അയ്യോ ഞാൻ എന്നിട്ട് കാണുന്നില്ലല്ലോ അങ്ങനെ അങ്ങോട്ട് വരുന്നത്. അത് എന്റെ ഫോണിലല്ലേ വരും. ഒരിക്കലേ ജോലി കിട്ടിക്കുന്നത്. ഇപ്പൊ എന്താ വേണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട. നീ റെഡിയായി പോണില്ലേന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ പോണില്ല ഇവിടെ. ഓ സൂപ്പർ അല്ലേ? കൊള്ളാം. പോവാ. അങ്ങോട്ട് പെണ്ണാണ് പോട്ടെ. ഓ നമ്മൾ പാവം സെക്കൻഡ് ബെഞ്ചുകാരി. ഞാൻ എവിടെയും വരുന്നില്ല. അതെന്താ വെളുത്ത് വരാത്തെ? എനിക്കറിയാം. എടി പാടി പെണ്ണാണ് പാടി. എടി എന്താ കാര്യം എന്ന് പറ. ഇത് വേറൊരു കാര്യം. എന്ത് കാര്യം? അതായത് ഈ ബാക്ക് ബെഞ്ചേഴ്സിന്റെയും സെക്കൻഡ് ബെഞ്ചുകാരും തമ്മിലുള്ള ചെറിയൊരു തർക്കം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങ് വരുന്നില്ല കേട്ടോ. അവൾ ഇയാൾ എന്തെങ്കിലും കൂടുതൽ ചെയ്താൽ അല്ലെങ്കിൽ അവളെ മനസ്സിങ്ങനെ മാറത്തൊന്നുമില്ല ഭൂതം. ഞാനൊരു കാര്യം പറയാം. 1/2 മണിക്കൂറത്ത് അവളെ റെഡി ആയിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ആരാന്ന് കാണിച്ചു തരാം. ഞാൻ ചോദിക്കാം, സമാധാനപ്പെട്. നീ ശിവനും കൂടെ അവളുടെ അടുത്ത് എന്തോന്ന് പറഞ്ഞത്? ഞങ്ങൾ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലല്ലോ. എന്റെ ദൈവമേ പച്ചക്കള്ളം. അമ്മയും ശിവേട്ടനും കൂടെ ഇതെല്ലാം തുടങ്ങി വെച്ചത്. എന്ത് തുടങ്ങി വെച്ചെന്ന്?
എടി നീ ശിവനും കൂടെ അവളെ കളിയാക്കിയോ? ഇല്ല, കളിയാക്കിയില്ലേ? കളിയാക്കി അച്ഛാ. അതെ. ഞാനൊന്നും കളിയാക്കിയൊന്നുമില്ല. അതെ, ഈ ജോലിയുടെയും പഠിപ്പിന്റെയും പേര് പറഞ്ഞ് ഒരാളടുത്തേക്ക് ഇങ്ങനെ കളിയാക്കുന്നത് ഭയങ്കര മോശമാണ്. കൊച്ചു പിള്ളേരെ പോലെ എന്തോന്നിത്? ഞാൻ കളിയാക്കില്ലെന്നല്ലേ പറഞ്ഞേ? ഞാൻ കളിയാക്കിയോടി? അമ്മ കളിയാക്കി. ഞാൻ ഒരു കാര്യം പറയാം, എല്ലാവർക്കും എയർ ഹോസ്റ്റസും പോലീസും ഒന്നും ആകാൻ പറ്റിയെന്ന് വരത്തില്ല. ഞാൻ കളിയാക്കിയില്ലെന്ന് പറഞ്ഞില്ലേ? ഇത് ചുമ്മാ പറയുന്ന. മതി 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 മതി. കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. നീ വേഗം പോയി റെഡിയാവും നോക്ക്. പോയി റെഡിയാവും. ഞാൻ റെഡി ആവുകയൊക്കെ ചെയ്യാം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം വേണം. നീ എന്തോന്ന്? സോറി. സോറിയാ? ആര്? നീ ഒരു സോറി അങ്ങോട്ട് പറഞ്ഞു. ഞാൻ എന്തിനാടി സോറി? സോറി പറഞ്ഞോ? സോറി. തീർന്നല്ലോ, പ്രശ്നം തീർന്നല്ലോ. ഇല്ല, പിന്നെ എന്ത്? ഇനി എന്ത്? ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്കൊരു സോറി ഉണ്ട്. അതാരുടെ? ബാക്ക് ബെഞ്ചിലിരുന്ന് പഠിച്ച് വലിയ നിലയിലെത്തി പോലീസുകാരനായ PC ശിവന്റെ. എടാ ശിവ, മരുമോനെ ഓ പിള്ളേർ ഒരു കാര്യം എന്തോ എന്തിനാടി വെറുതെ? ഇവിടെ നീ സോറി പറഞ്ഞു. സോറി. എന്തിന്? ഇതെന്ത് സോറി അച്ഛാ? അല്ല മാമ അല്ല, നീ എന്തിനാ അവളോട് സോറി പറഞ്ഞു? മാമ സോറി അല്ലേ പറയാൻ പറഞ്ഞു? ഇടാ മരുമോനെ, നീയും ലളിതയും കൂടെ ചേർന്ന് ഈ കൊച്ചിനെ കളിയാക്കിയില്ലേ? കളിയാക്കിയോ? ബാക്ക് ബെഞ്ചിലും ഫ്രണ്ട് ബെഞ്ചിന്റെ കാര്യം പറഞ്ഞു. ഫ്രണ്ട് അല്ല, സെക്കൻഡ് ബെഞ്ച്. മര്യാദയ്ക്ക് അവളോട് സോറി പറ. സമയം അവൾക്ക് പോകാനുള്ളതാണെന്ന്. എവിടെ പോണോ? പോകണല്ലോ. അതിനിപ്പോ എന്ത് വേണം? പറ. സോറി പറയണം. സോറി പറയണം. സോറി പറയണം. ഞാനോ? സോറി. ഇതെന്ത് ഷോറി അല്ല, സോറി. വ്യക്തമാക്കി പറയണം. ഇല്ല, എനിക്ക് വ്യക്തമാക്കി സോറി. ഞാൻ ബാക്ക് ബെഞ്ചിൽ അത്ര കേട്ടിട്ടുള്ളൂ. സാരല്ല, നിങ്ങൾക്ക് നന്നായിട്ട്. മരുമോനെ, നീ ഒന്ന് മര്യാദയ്ക്ക് പറ, അവള് പോട്ട്. ശരി ശരി. ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ശിവന്റെ വക സെക്കൻഡ് ബെഞ്ചിൽ ഇരുന്ന പൈങ്കിളിക്ക് ഒരു സോറി. ഞാൻ പോയി റെഡി ആട്ടെ. അല്ല, ഇനി ഇതുപോലെ കൊച്ചു പിള്ളേരെ പോലെ ഇവിടെ അലമ്പ് വേണമെന്ന് ഉണ്ടാക്കല്ലേ. എത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. അവള് മുടി അടിച്ചതിന്റെ സോറി ഇപ്പൊ പറയും. തുടങ്ങി അവൻ. സോറി ഇല്ലേ? പോടേ സാറേ, അങ്ങോട്ട് ചെപ്പോ. എന്താ മനുഷ്യ, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? സോറി പറയിക്കാൻ വന്നിരിക്കുന്നു. നീ സുമേഷിനെക്കാളും കഷ്ടമാണുള്ളതിന്റെ കാര്യം. ഒരു കാർ വാടകയ്ക്ക് എടുത്ത് വരണ്ടായിരുന്നു. അച്ഛൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർ വാടക എടുത്ത് തരാൻ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ വാ തുറന്ന് ഒന്നും അവിടെ ചെന്ന് സംസാരിക്കരുത്. ഞാൻ അങ്ങ് സംസാരിച്ചോളാം. ഞാൻ സംസാരിക്കുന്ന ആ കൊച്ചിനെ പറ്റി എന്തെങ്കിലും വിചാരിക്കൂലേ? നീ സംസാരിച്ചാലും എന്തെങ്കിലും വിചാരിക്കും. അതുകൊണ്ട് സംസാരിക്കാതിരുന്ന് വിചാരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? സംസാരിക്കണോ വേണ്ടയോ? നീ ആവശ്യത്തിന് സംസാരിച്ചാൽ മതി. എനിക്ക് ഒരു പൈനാപ്പിൾ ജ്യൂസ് വേണം. പൈനാപ്പിൾ ജ്യൂസ്. എടാ, നമ്മള് ജ്യൂസ് കുടിക്കാനല്ല പോന്ന, പെണ്ണ് കാണാനാണ്. എന്തായാലും അവിടെ ചെന്ന് മേടിക്കേണ്ടി വരത്തില്ലേ? കാപ്പി വാങ്ങിച്ചു തരും. ജ്യൂസ് മതി, എന്തായാലും മതി. ഇപ്പൊ അടി പിടിച്ചോണ്ട് പോവാ, വണ്ടി ഇടിക്കും. പറഞ്ഞതൊക്കെ ഓർമ്മ വേണം. ആകെ ഒരു പെങ്കൊച്ചല്ലേ ഉള്ളൂ ഇവിടെ. അപ്പൊ ഇത് തന്നെ ആയിരിക്കും. എനിക്ക് ഒരു സെക്കൻഡ്. ഹായ്. അതെ അതെ, ഇതാണ് സുമേഷ്. ഞാൻ പിങ്കി. കൊറേ നേരം ആയിരുന്നോ വന്നിട്ട്? ഞങ്ങൾക്ക് വഴിയൊന്നും തെറ്റി. പിന്നെ വീണയുടെ വീട്ടിലാരൊക്കെയുള്ള? എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ചേച്ചി, അനിയത്തി. നടുക്കഷ്ണാണല്ലേ? ഞാനും അതെ കേട്ടോ. ഇവ ഇളയതാ. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിച്ചോ. അയ്യേ, ചോദിക്കടാ. എന്തെങ്കിലും ഓർഡർ ചെയ്തായിരുന്നോ? ഇല്ല, നിങ്ങൾ വരട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പൊ വിളിക്കാം. എന്താ വേണ്ടേ കഴിക്കും? അത് നോക്കാം, നമുക്ക് പറയാം കേട്ടോ. മിണ്ടാണ്ട് ചെയ്യങ്ങോട്ട്. ഒരു ബ്ലൂ ലഗു. കുട്ടിക്ക് എന്നാ വേണ്ട? എനിക്ക് അതന്നെ മതി. അതന്നെ മതിയോ? സുഖം നിനക്കോടാ? എനിക്ക് കുട്ടിയുടെ ചുരിദാറിന്റെ കളർ പിങ്ക്. മിണ്ടാതി. 3 ബ്ലൂ ലഗു. അത് കിട്ടത്തില്ലേ? സുമേഷ് എന്ത് ചെയ്യുന്നു? ആക്ച്വലി ഞാനൊരു ലേഡി ഫാൻസി സെന്ററിൽ ജോലി ചെയ്യുന്നു. ടൈം പാസിന്. വേറെ നല്ലൊരു ജോലി ശരിയായിരിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് മാറണം. ഏതൊരു പഠിച്ചു? ഞാൻ ഡിഗ്രി തേർഡ് ഇയർ. കുട്ടി ഏതുവരെ പഠിച്ചു? ഞാൻ MSc മാത്സ് ആയിരുന്നു. MSc മാത്സോ? അമ്പോ, എനിക്ക് മാത്സ് നല്ല പാടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഒന്നും എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ്. എനിക്കറിയാം, 1, 2. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലാ? ഞങ്ങളുടെ വീട്ടിലോ? ഞങ്ങളുടെ വീട്ടില് ചേട്ടനുണ്ട്, ചേട്ടത്തിയുണ്ട്, ആമയുണ്ട്, ശംഭുണ്ട്, കണ്ണനുണ്ട്, അച്ഛമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്. ഞങ്ങള് കുറേ പേരുണ്ട് കേട്ടോ. ഞങ്ങളൊരു കൂട്ടുകുടുംബമാണ്. റോയൽ ഫാമിലി. പിന്നെ വേറെ എന്തൊക്കെയാ ചോദിക്കാനുണ്ട്? ഇത് കോഫി എന്താ വരാത്ത? മറ്റേ ഇതെന്താ ബ്ലൂ ലെബൽ? ബ്ലൂ ലെഗൂൺ വരാത്ത. നമുക്കത് ചോദിക്കാം. ചേട്ടാ,
കുട്ടിക്ക് ഞങ്ങളുടെ സുമേനെ ഇഷ്ടപ്പെട്ടോ? അല്ല ആക്ച്വലി ഞാനിപ്പോൾ ഒരു മാരേജിന് ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് മതി എന്നാണ്. അയ്യോ, അപ്പൊ കല്യാണമൊക്കെ നോക്കുന്നത്? അതിപ്പോൾ വീട്ടുകാർ ഭയങ്കര നിർബന്ധം, അതുകൊണ്ട്. ഓ അത് ശരി. അല്ല ഇപ്പൊ ജോലി ഇല്ലേ, അപ്പൊ അതങ്ങ് ചെയ്താൽ പോരെ കല്യാണം കഴിഞ്ഞു? അങ്ങനല്ല, ഇപ്പോൾ ചെറിയൊരു ജോലിയല്ലേ. ഇപ്പം എനിക്ക് PSC ഒക്കെ പഠിച്ച് നല്ലൊരു ജോലി കിട്ടിയിട്ട് പിന്നെ മതി. അത്രേ ഉള്ളൂ. അത് നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കാം. ഞങ്ങളുടെ വീട്ടുകാർ ഭയങ്കര ഓപ്പൺ മൈൻഡാ. ഞാൻ വരെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് കല്യാണത്തിന് മുമ്പേ തന്നെ ഒരു ജോലിക്കാരി ആവണം. ഓ, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട്. മതി. നമുക്ക് ധൃതിയൊന്നുമില്ല, സാവകാശം ആലോചിച്ചൊക്കെ ഒരു തീരുമാനം എടുത്താൽ മതി. അല്ല വെന്നുണ്ട്. താങ്ക് യു. ചേട്ടാ എനിക്കില്ലേ 2 എണ്ണം കൊണ്ടുവന്നാ മതി കേട്ടോ. പതുക്കെ. എന്ത് ചേർക്കാൻ നിനക്ക്? എന്റെ സ്വഭാവം പഠിക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. എടുത്തോളൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ മാറിയിരിക്കാം കേട്ടോ. ഓ താങ്ക്സ് ചേച്ചിക്ക്. ശരി. സുമേഷ് മാരേജിന് പ്രിപ്പയർഡ് ആണോ? പ്രിപ്പയർഡ് ആയതുകൊണ്ടാണല്ലോ പെണ്ണാണ് വന്നത്. അല്ല ഇയാള് പ്രിപ്പയർഡ് ആണ്? ഞാനിപ്പോൾ ഒട്ടും അത്ര പ്രിപ്പയർ അല്ല ഒരു മാരേജിന് വേണ്ടിയിട്ട്. ജോലിയൊക്കെ കിട്ടിയിട്ട് മതി. ആണല്ലേ? അല്ല ഇയാൾക്ക് എന്നെ ഇഷ്ടമാണോ? ഞാനേ ഓപ്പണായിട്ട് പറഞ്ഞാൽ സുമേഷിന് എന്തെങ്കിലും തോന്നുമോ? മനസ്സിലായി. ഇഷ്ടമല്ലെന്ന് മനസ്സിലായി. അല്ലല്ല, എനിക്കിഷ്ടമായി, പക്ഷെ എന്തോ ഒരു മിസ്സിങ് ഫാക്ടർ. അതിന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ പോരെ. അല്ല ഇനിയിപ്പം ജോലിയുടെ എന്തെങ്കിലും പ്രശ്നമാണ്, ജോലിക്ക് പോകണമെന്ന് കല്യാണം കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാമല്ലോ. അല്ല, എനിക്ക് എന്തായാലും കുറച്ച് ടൈം വേണം. അല്ല ഞാനിപ്പം വീട്ടിലെന്താ പറയാ, കുറച്ച് സമയം ചോദിച്ചാൽ മതി. ശരി, കുടിച്ചു. നമുക്ക് അത് കഴിഞ്ഞിട്ട്. ശരി. ഒരു അമ്മ കടയിൽ പോയി ഒരു രസം വള വാങ്ങി. വളയുടെ നിറമെന്ത്? പച്ച. മക്കളൊന്ന് ചുമ്മാ ഇരി മക്കളെ, ചുമ്മാ ഇരി. എന്ത് പറ്റി? എന്തടിയാമേ? അച്ഛമ്മ, എന്റെ ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സും അച്ഛനെ കൂടി വഴി ടൂർ പോയേക്കുക ഊട്ടിക്ക്. എനിക്ക് പോണം. ആ, എന്റെ ഫ്രണ്ട്സ് ഊട്ടിയിൽ പോകുന്നുണ്ട്. നമ്മളെയും കൊണ്ടുപോവോ വല്യമ്മ? പിള്ളേരെയൊക്കെ ഊട്ടിക്കാൻ കൊണ്ടുപോടാ. ഞാൻ കൊണ്ടുപോകാം. പെണ്ണാണാൻ പേരൊക്കെ വരട്ടെ. അത് ഇതുമായിട്ട് എന്താ ബന്ധം? അവര് വന്നോളും. ഇപ്പൊ വരാറായി. എത്ര ദിവസത്തെ ടൂറാ അമ്മി? 3 ദിവസത്തെ. ഊട്ടിയിലൊക്കെ ഭയങ്കര തണുപ്പാട്ടോ. വാ വാ വാ. എന്തായിടി? എടാ നിനക്ക് കൊച്ചിനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? പറ പിള്ളേരെ. ഇവൻ വല്ല മണ്ടത്തരം വിളിച്ച് പറഞ്ഞായിരിക്കും. എന്താ എല്ലാരും എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു? ഞാൻ പറയാൻ ഞാൻ മണ്ടനാന്നമ്മ. ചുമ്മാ ഇരിക്കും. കൊച്ചിന് ഇവനെ ഇഷ്ടപ്പെട്ടു, ഇവന് കൊച്ചിനെ ഇഷ്ടപ്പെട്ടു, എനിക്ക് കൊച്ചിനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം? കൊച്ചിന് ഉടനെ കല്യാണം വേണ്ടാന്ന്. കല്യാണം ഉടനെ വേണ്ടെന്നോ? കല്യാണം കഴിക്കാൻ റെഡിയായെന്ന് പറഞ്ഞിട്ടല്ലേ ഇവൻ പോയി കാണാൻ പോയത്? അതെ, അത് വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ട് അത് കാണാൻ വന്നതാ പോലും. പിന്നെന്താ പറഞ്ഞു? അതെ, ആ കൊച്ചിന് PSCയുടെ എന്തോ ടെസ്റ്റിന് പഠിച്ചുകൊണ്ടിരിക്കുക പോലും. അത് പഠിച്ച് ജോലി കിട്ടി സ്വന്തം കാലിൽ നിന്നിട്ട് മതി പോലും കല്യാണം. അയ്യോ, അല്ല കൊച്ചിന് കല്യാണം കഴിഞ്ഞിട്ടാണല്ലോ ഇവിടെ നിന്ന് പഠിക്കാമല്ലോ. നീ അത് പറഞ്ഞില്ലേ? അത് ഞാൻ പറഞ്ഞു. പക്ഷെ ആ കൊച്ചപ്പ പറഞ്ഞു ഇവന്റെ ജോലി അത്ര ബോധിച്ചില്ലാന്ന്. ജോലിയുടെ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് അതിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടല്ലേ കാണാൻ പോയത്? ചുമ്മാ അവനെ വെറുതെ ശല്യം ചെയ്യാൻ. അതല്ലേ മാ കൊച്ചു പറഞ്ഞത്, വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം എന്നെ കാണാൻ വന്നേന്ന്. ആ കൊച്ചു എത്ര കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാനാ റെഡി ആവുന്നതെന്നാ പറഞ്ഞേ? അതറിയത്തില്ല. PSC എന്തായാലും പഠിച്ച് ജോലി കിട്ടി ഒരു 1.5 വർഷം 2 വർഷം എടുക്കുമായിരിക്കും. പാവം എന്റെ കൊച്ച്. നീ വിഷമിക്കണ്ട കേട്ടോ. ഞാൻ എന്തായാലും പോയി കിടക്കട്ടെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. പിന്നെ അവിടെ കൊടുത്ത പൈസ എല്ലാം ഞാനായിരുന്നു, അതിങ്ങ് തിരിച്ചു തന്നേക്കണം. തരാം, കുറച്ച് സമയം ഞാൻ തരാം. നീ ചൂടാവുന്ന തരാന്ന് പറഞ്ഞിട്ട് കല്യാണം നടന്നിരുന്നെങ്കിൽ ഞാൻ ചോദിക്കൂലായിരുന്നു. വേസ്റ്റ് മണിയാ എന്റെ. കാരണം ഇങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ. നീ എന്താടാ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ തോന്നുന്നു പറയാം. നീ ചേട്ടനല്ലേ? ഇനിയും കാണാം, ഇനിയും പെണ്ണ് കാണാന്ന്. ഇത്രേ ഉള്ളോ? വിഷമിക്കണ്ട കേട്ടോ. അവൻ പറഞ്ഞാൽ നമുക്ക് ഇനിയും കാണാം. ഞാനൊരു സോളോ ട്രിപ്പ് പോയാലും ആലോചിക്കമ്മ. നമുക്ക് മസനഗുടി വഴി ഊട്ടി പോവാ. വേണ്ട വേണ്ട വേണ്ട, സോളോ ട്രിപ്പ് അങ്ങനെ ശരിയാവും. വേണ്ട വേണ്ട, ഞാൻ അർണേഷോടെ സോളോ ട്രിപ്പ് പോക്കോളാം. സോളോ ട്രിപ്പ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാ.
സോളോ അങ്ങനെ അതും ചീറ്റിപ്പോയി. ഇത് ചിറ്റപ്പനോടൊന്ന് പറയോ അച്ഛനോടൊന്ന് പറയോ? ഒന്ന് പോവച്ചേ, ഞാനിപ്പോ അടുത്ത ആലോചനയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാ. എന്തിനാണെന്ന് വിളിക്കുന്നേ? കടപ്പാൻ ചാരമാണല്ലേ കിടന്ന് വിളിച്ചോണ്ടിരിക്കണത്. വിളിച്ച് തള്ളിക്കൊണ്ടിരിക്കണ എടുക്കണില്ല. ആര് വിളിക്കണാര്? കടമാൻ ചോരല്ലേ? ഇതാ പെങ്കൊച്ച. പെങ്കോച്ചോ? ആ ഏത് പെങ്കോച്ചു? ഞാനും കിളിയും കൂടെ പെണ്ണാണാൻ പോയില്ലേ, ആ കൊച്ച് വീണ. കൊച്ചു വീണ? ആ കൊച്ചു വീണ് മഴ നേരത്തെ രണ്ട് പാട്ടും പാടി. ഒന്ന് പോടേ, ആ കൊച്ചിന്റെ പേരാണ് വീണേന്ന്. എടുക്കാതെന്ത്? അതെന്തോ ഹെൽപ്പ് ചോദിക്കാൻ അങ്ങോട്ട് വിളിക്കുന്നേ. ഹെൽപ്പ് വയ്ക്കാൻ വിളിക്കാൻ നീ എന്തിന് മന്ത്രിയാ? കോള് പറഞ്ഞ എടാ എടുക്കണ്ട, എനിക്ക് എടുക്കാൻ. ഞാൻ പറഞ്ഞില്ല എന്തോ ഹെൽപ്പ് കണ്ട് ചോദിച്ചു വിളിക്കും. ഹെൽപ്പ് വിളിക്കും. ഹലോ ഹലോ ചുമ്മാ ഹലോ. ആ അല്ല, എനിക്ക് ദേഷ്യമൊന്നുമില്ല. ആ അല്ലടോ, ഇയാൾ എൻ്റെ അടുത്ത് സോറി എന്ന് പറയുന്നു. ആ അല്ല, ഞാനൊരു ചെറിയൊരു പ്രശ്നത്തിൽ ഇരിക്കുക. ആ ഞാൻ വിളിക്കാം, അതാണ് ഒരു പ്രശ്നം. ശരി. ആടെ പ്രശ്നം ആര് അടിക്കുന്നതിന് പ്രശ്നം എന്ത്? പ്രശ്നമാണോ? പ്ലീസ്, എനിക്ക് കുറച്ച് പ്രൈവസി വേണം. എനിക്ക് അയ്യോ അതും ഇല്ല ഇത്. എനിക്ക് സ്വന്തമായിട്ടില്ല പ്രൈവസി. ആ ഇപ്പൊ ഒന്ന് ഇറങ്ങിപ്പോ, കഷ്ടമുണ്ട്. പ്ലീസ് കുറച്ച് പ്രൈവസി വേണം. പ്ലീസ് അവോയ്ഡ് മീ, ലെറ്റ് മീ നോ. എന്താ? ആ അതൊന്നുമില്ല, അത് ആ ഫ്ലോ ഇപ്പൊ പറഞ്ഞു പോയതാ. ഇയാൾ ഇറങ്ങി പോകുന്നു, അതാണ് മെയിനായിട്ട് മലയാളം അർത്ഥം. മെയിനായിട്ടുള്ള മലയാളം അങ്ങ് ഇറങ്ങിപ്പോ, ലെറ്റ് മീ നോ. അത് കുറച്ച് ചോദിക്കുക. ആരെയും വിളിച്ച് കടം ചോദിക്കാൻ ഞാൻ ചോദിക്കുന്നില്ല, കുറച്ച് ചോദിച്ചിട്ട്. ആ ഫോൺ വിളിക്കാം, പ്രൈവസി. കല്യാണം കഴിയുമ്പോൾ അപ്പുറത്ത് വീട് വയ്ക്കൂ. ഇയാളുണ്ടായിട്ട് മാത്രമാണ് ഞാൻ പെണ്ണേട്ടാ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നത്, റൂമിനകത്ത് കയറി. ഒരാളുണ്ടായിട്ട് മാത്രം. എങ്ങനെയാ പെണ്ണിട്ടാന്ന് മരടിച്ചിനകത്ത് ഇരിക്കുന്നത് ഇയാൾ ഒരാൾ കാരണം. ഇയാളുള്ള കുശുമ്പും കുന്നായ്മ കുത്തിരിപ്പ് എല്ലാം കൂടെ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും. അല്ലേ? കറക്റ്റ്. ആ കറക്റ്റ് അല്ലേ? ആ കറക്റ്റ് ആണ്. കാര്യം നിന്റെ പേരില് മറ്റേ 30 ഏക്കർ സ്ഥലങ്ങളൊക്കെ ഇല്ലേ? എന്റെ പേര് സുമേഷ് ആണ്. കിട്ടും, എനിക്ക് കിട്ടുമ്പോഴും ഞാൻ വെച്ച് കയറും. ആ കാണിച്ചു തരാം. പ്രൈവസി പോലും സ്വന്തമായിട്ടില്ല, അതെങ്കിലും വാങ്ങിച്ചു പോയി. ആ ഞാൻ വെച്ചാ പ്രൈവസി കുറച്ച് ഇരിപ്പുണ്ടല്ലോ റൂമിനകത്ത്. പോ. അതെ, ഞാൻ ഊട്ടി ടൂർ പോവാ. ഞാൻ പിന്നെ ഇപ്പൊ വിളിക്കണ്ട, ഞാൻ ബിസി ആയിരിക്കും. ശരി.